ഇനിയും ഒരു മരണം ഉണ്ടാവാതിരിക്കാൻ ഈ ആനമതിൽ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ എവിടെയാണോ പിഴവ് പറ്റിയത് ആ പിഴവ് തിരുത്തിക്കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് കാട്ടാനകളെ കാട്ടിലേക്ക് അയച്ച് തുരത്തി അത് തുരത്തിയാൽ മാത്രം പോരാ, കാട്ടിൽ ആനകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യവും കൂടി ഭക്ഷണവും വെള്ളവും ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലേക്ക് വീണ്ടും കടന്നു വരാതിരിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പറയാനുള്ളത്. പോകുന്നു ഇതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കില്ല. പറയുന്നത് മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യം കൊണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കൂടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നല്ലേ ബന്ധപ്പെട്ട TRDMൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. ഒന്നാമത്തെ പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന സംവിധാനത്തിലേക്കുള്ള ഒരു പ്രദേശമാണ് പുനരധിവാസ മേഖലയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട സ്ഥലമാണ്. അവിടെ ഇങ്ങനെയൊരു നേരത്തെ ഉണ്ടാക്കിയ മതിലിൻ്റെ ഒരു ഇത് കണ്ടു. അതൊക്കെ ആനയ്ക്ക് നിഷ്പ്രയാസം പൊളിക്കാൻ കഴിയുന്നതാണ്. 100ഓളം ആനകൾ ഈ കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും ഇടക്കാടുകളിലൊക്കെ തമ്പടിക്കുന്നുണ്ട്. അതിനെ കടത്തി വിടാനുള്ള സത്വരമായ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് ആവശ്യപ്പെടാനുള്ള നടത്തേണ്ടത്. അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ഒരു എന്താണ് പറയേണ്ടത്, ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ എങ്ങനെയോ ജനങ്ങൾ പൊതുവായി പാവപ്പെട്ട ആളുകൾ ഇത് പറയുമ്പം ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പം അതിനെ മറികടക്കാൻ അതിനെ എതിരെ പറയാൻ നമുക്കും പൊതുപ്രവർത്തകരായ നമുക്കും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ്. ആറളം ഫാമിൽ ആനമതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കാട്ടാനകൾ നിരന്തരമായി ആറളം ഫാമിലേക്ക് എത്തുന്നതും ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ജീവൻ പൊലിയാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോഴും ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആനമതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ്. 2025 ഫെബ്രുവരി മാസത്തിൽ 2 പേർ ദമ്പതികളായിട്ടുള്ള വെള്ളി, ലീല എന്നിവർ ആറളം ഫാമിൻ്റെ 13ാം ബ്ലോക്കിൽ വെച്ച് കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വനം വകുപ്പ് മന്ത്രി ഈ ആറളം ഫാമിലേക്ക് എത്തിയിരുന്നു. അന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് നൽകിയിരുന്ന ഉറപ്പ് 6 മാസത്തിനകം ഈ ആനമതിലിൻ്റെ പണി പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ പണി പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമുണ്ടായിട്ടുള്ളൊരു കരാറുകാരനെ മാറ്റി വീണ്ടും ഒരു പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണി ഇപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ ഈ പൂർത്തിയാകാത്ത ഭാഗങ്ങളിലൊക്കെ പണി നടക്കുന്നുണ്ട്. പക്ഷേ അതിന് വേഗത പോരാ എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെയൊക്കെ പ്രധാനപ്പെട്ട ആക്ഷേപം. നമ്മളോടൊപ്പം പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഉത്തമേട്ടൻ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. 6 മാസം എന്ന് പറഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു. പ്രവൃത്തി തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 വർഷമാവുകയാണ്. സംസ്ഥാന സർക്കാർ, അതായത് LDF ഗവൺമെൻറ് വന്നപ്പോൾ തന്നെയാണ് ഇതിനകത്ത് ഒരു തീരുമാനമുണ്ടായത് ആനമതിൽ നിർമ്മിക്കാൻ. പക്ഷേ അതിന് വേഗത പോരാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടമായി ഇവിടെ അവശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ട് പറയട്ടെ, നിസ്സഹായരായ ഞങ്ങൾ ഈ ഓരോ വർഷം തോറും നടത്തി വരാറുള്ള പരിപാടി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ വർഷവും 1-2 പേരെയൊക്കെ ആയിട്ട് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം അധികാരികൾ ഓടിയെത്തി പല ഉറപ്പുകളും തരുന്നുണ്ടെങ്കിൽ ആ ഉറപ്പുകളൊന്നും ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പ്രതീകമാണ് ഈ ആനമതിൽ എന്ന് പറയുന്നത്. ഇത് പണി പൂർത്തീകരിക്കാൻ ഇതിൻ്റെ ടെൻഡർ കൊടുക്കുമ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പാണ് ഇത് ടെൻഡർ കൊടുത്തത്. ആ ടെൻഡർ കൊടുക്കുമ്പോൾ തന്നെ 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 1.5 കഴിഞ്ഞ് 2 കഴിഞ്ഞു. ഇപ്പം 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണിത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആറളം ഫാമിലെ 13ാം ബ്ലോക്കിൽ വെള്ളി, ലീല എന്ന ദമ്പതികൾ അതിദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ ചവിട്ടി അരക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതിൻ്റെ അകത്ത് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ വരികയും വന്നൊരു ഉറപ്പ് 6 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ 6 മാസവും കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിയാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കില്ല. പറയുന്നത് മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു അടിയന്തര പ്രാധാന്യം കൊണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കൂടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നല്ലേ ബന്ധപ്പെട്ട TRDMൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതൊക്കെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ ആ സാങ്കേതിക കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യജീവന് പ്രാധാന്യം കൽപ്പിച്ച് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കേണ്ട. കാരണം നിരന്തരമായി ഇങ്ങനെ ആളുകൾ കൊല്ലം. ഇപ്പം ഞാൻ ഉത്തമാട്ടൻ ഇങ്ങോട്ട് 13ാം ബ്ലോക്ക് വഴിയിലൂടെ വരുന്ന സമയത്ത് പോലും ഉത്തമാട്ടൻ പറയുന്നുണ്ട്, ഓരോ വളവ് കഴിയുന്നതോറും ആനയെ നോക്കണം ഉണ്ടാവും. വഴി നീളെ ആനപ്പിണ്ടങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അത്തരത്തിൽ വഴി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതല്ലാതെ മറ്റെന്താണ് ഇതിനകത്തൊരു പരിഹാരം? വേഗം പണി തീർത്ത് ആന ഈ പറയുന്ന വന്യജീവി സങ്കേതത്തിൽ നിന്നും ഈ ഫാമിലേക്ക് വരാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതുള്ളൂ.
ഒരു ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 100ഓളം ആനകൾ ഈ കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും ഇടക്കാടുകളിലൊക്കെ തമ്പടിക്കുന്നുണ്ട്. അതിനെ കടത്തി വിടാനുള്ള സത്വരമായ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് ആവശ്യപ്പെടാനുള്ള നടത്തേണ്ടത്. അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ഒരു എന്താണ് പറയേണ്ടത്, ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ എങ്ങനെയോ ജനങ്ങൾ പൊതുവായി പാവപ്പെട്ട ആളുകൾ ഇത് പറയുമ്പം ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പം അതിനെ മറികടക്കാൻ അതിനെ എതിരെ പറയാൻ നമുക്കും പൊതുപ്രവർത്തകരായ നമുക്കും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും പറഞ്ഞു പോയത് കൊണ്ടും അതെന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ഓടിയെത്തി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ല നമ്മുടെ സംവിധാനം എന്നുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്തിലെ തന്നെ ഒരു ഒന്നാമത്തെ, പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന സംവിധാനത്തിലേക്കുള്ള ഒരു പ്രദേശമാണ് പുനരധിവാസ മേഖലയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട സ്ഥലമാണ്. അവിടെ ഇങ്ങനെയൊരു നേരത്തെ ഉണ്ടാക്കിയ മതിലിൻ്റെ ഒരു ഇത് കണ്ടു. അതൊക്കെ ആനയ്ക്ക് നിഷ്പ്രയാസം പൊളിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുപ്രവർത്തകരുടെ ഇടപെടലിൻ്റെ ഭാഗമായി LDFൻ്റെ ഗവൺമെൻറ് 53 കോടി രൂപ ഇതിന് ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആദ്യം 39 കോടി രൂപയ്ക്ക് മറ്റൊരു കോൺട്രാക്ടർക്ക് ടെൻഡർ കൊടുത്തു. ആ ടെൻഡർ അദ്ദേഹം കോൺട്രാക്ടർ 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നു. പിന്നെ കുറേ തർക്കങ്ങളായി. അങ്ങനെ ആ കോൺട്രാക്ടർ ഒഴിവാക്കി പിന്നെ മറ്റ് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ. എന്നിട്ടിപ്പം മന്ത്രി പറഞ്ഞ വാക്കിപ്പം പാലിക്കപ്പെടാൻ വേണ്ടി പാലിക്കുന്നില്ല. അതൊക്കെ നമ്മളെപ്പോലെയുള്ള ആളുകളോടാണ് ഇപ്പം പൊതുപ്രവർത്തകരായ ആളുകൾ, ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളതിൽ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളെ മന്ത്രി വന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ആയത്? അങ്ങനെ പറയുമ്പോൾ നമുക്കും ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വനം വകുപ്പിൻ്റെ ഇടപെട്ട് യുദ്ധകാലം ഇനിയെങ്കിലും, നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ ഇനിയും ഒരു മനുഷ്യജീവൻ, ഒരുപക്ഷെ ഈ മതിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. ഇനിയും ഒരു മരണം ഉണ്ടാവാതിരിക്കാൻ ഈ ആനമതിൽ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ എവിടെയാണോ പിഴവ് പറ്റിയത് ആ പിഴവ് തിരുത്തിക്കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് കാട്ടാനകളെ കാട്ടിലേക്ക് അയച്ച് തുരത്തി തുരത്തിയാൽ മാത്രം പോരാ, കാട്ടിൽ ആനകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യവും കൂടി, ഭക്ഷണവും വെള്ളവും ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലേക്ക് വീണ്ടും കടന്നു വരാതിരിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ, അത് ഒരാളെന്നുള്ള രീതിയിലല്ല, ആരോട് സംസാരിച്ചാലും അവരുടെയൊക്കെ വാക്കുകളിൽ വൈകാരികതയുണ്ടാവും. കാരണം അവരുടെ ബന്ധുക്കളാണ്, ഉറ്റവരാണ്, സുഹൃത്തുക്കളാണ്, ഇന്നലെ വരെ കണ്ടവരാണ് കാട്ടാന ആക്രമണത്തിലും കാട്ടുപന്നി ആക്രമണത്തിലും ഒക്കെ കൊല്ലപ്പെടുന്നത്. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിന് വേഗത പോരാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. നേരത്തെ ഉണ്ടായിരുന്ന ആനമതിലിന് വണ്ണം പോരായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആനകൾക്കൊക്കെ വളരെ നിഷ്പ്രയാസം തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ആക്ഷേപം നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പറയുന്ന സംവിധാനം പര്യാപ്തമാണ്. കാരണം ആനകൾ അതിൻ്റെ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ പ്രാവർത്തികമായി കഴിഞ്ഞാൽ ആനകൾക്ക് വളരെ നിഷ്പ്രയാസം ഈ ഫാമിലേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെ മാത്രം പൂർത്തീകരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഉടനടി അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് സംയോജിക്കേണ്ടത് ആ വകുപ്പുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന്, വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെയുള്ള ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപേക്ഷയാണ്, ഗതികേട് കൊണ്ടാണ്, ഗത്യന്തരമില്ലാതെയാണ് ഇങ്ങനെ കാല് പിടിക്കേണ്ടി വരുന്നത് എന്ന് പോലും പറയുന്ന മനുഷ്യന്മാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അവരുടെ അപേക്ഷ, ദയനീയ സ്ഥിതി ഇനിയെങ്കിലും കണ്ണു തുറന്ന അധികാരികൾ കാണണം എന്നുള്ളതാണ് അവരുടെയൊക്കെ അപേക്ഷ, അഭ്യർത്ഥന. വീഡിയോ ജേർണലിസ്റ്റ് നാജി ഒമറിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.